മോനെ കത്തി താഴെയിടറ. നിന്റെ അച്ഛനാണാ പറയുന്നത് കത്തി താഴെയിടറ. വീട്ടുകാരുടെ കടം വീട്ടാൻ വീട്ടുകാരെ മുഴുവൻ കൊന്നൂന്ന്. ഈ പിള്ളേര് നിന്നിട്ട് സാധനം ഈ വലിച്ചു കയറ്റണേ. ഇത്ര സമൃദ്ധിയായിട്ട് ഇവറ്റയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണേ. പിള്ളേർ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ പെട്ടിക്കടയിലടക്കം സാധനം കിട്ടാണ്ട്, ഇവിടെ പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താ പണി? സർക്കാർ പറഞ്ഞാലേ ഓർഡർ ഇട്ട് വരെ പിടിക്കാൻ പറ്റുള്ളൂന്ന് അങ്ങനെ പറയാ. ഇതൊന്നും അല്ലടാ, ആ കൊറോണ വന്ന സമയത്ത് മുട്ടയെന്ന് വിചാരിച്ച പിള്ളേർക്ക് വരെ മൊബൈൽ മേടിച്ചു കൊടുത്തില്ലേ പഠിക്കാനാന്ന് പറഞ്ഞിട്ട്. അപ്പം തുടങ്ങിയതാ പ്രശ്നം. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തോണ്ടലല്ലേ പണി. എന്തൊക്കെയാ ഇതിൽ കാണുന്നത്? ഇന്നാളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മാക്രോന്നാ പാക്രോന്നാണ്ട് പറഞ്ഞിട്ട്. ഈ കൊല്ലലെന്നെ ഒന്നും അല്ലട്ടാ, ഇതിലതിലും വലിയ സാധനങ്ങളുണ്ട്. ഈ ആത്മീയത എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുറയുമ്പോൾ വരുന്ന സംഭവങ്ങളത്. പള്ളിയില്ല, പട്ടക്കാരില്ല, പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ എവിടേക്കെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. വിട്ട എല്ലാറ്റിനും ഉണ്ടല്ല കൂനിച്ച് നിർത്തി നല്ല പെട്ടപടയ്ക്കാ വേണ്ടത്. ഒരെണ്ണത്തിനൊരു പേടിയില്ലാന്നേ. നീ ചെല്ലടാ കുനിച്ച് നിർത്താൻ. പോണതിന് മുമ്പ് നിന്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് പോകണോട്ടാ, നമുക്ക് പിന്നെ പണി ഒഴിവായില്ലോ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയണേ? ഇത് ബോധവൽക്കരണത്തിന് കുറവാ. ശരിയായ ബോധവൽക്കരണം അതാണ് വേണ്ടത്. ഞാൻ പറയാൻ വെച്ചാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു ജ്ഞാനം കൂടിയ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആത്മീയമായ വളർച്ച ഇത് തന്നെ ഒരു പരിഹാരമുള്ളൂ. നിങ്ങൾ പറയണതൊക്കെ ശരിയാ, പക്ഷെ ഇതിൻ്റെ കാരണം എന്താ അറിയോ? ഈ മൂല്യശോഷണം, അതായത് മൂല്യച്യുതി. മനസ്സിലായില്ലേ? ഈ സമൂഹത്തിൽ വരുന്ന മൂല്യങ്ങളുടെ കുറവ്. എൻ്റെ ക്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നിന്റെ കൈ എന്താ വരയ്ക്കണേ? ഒഴിക്കണേ 60 എന്ന് പറഞ്ഞ 60, അതിൽ നിന്നൊരു തുള്ളി കുറയില്ല മോനെ. ഞാനിത് 10-40 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. മോനെ അമ്മാമോട് ഇത്തിരി അച്ചാറ് കൊണ്ടുവരാൻ പറഞ്ഞാടാ. എനിക്ക് സോഡ മതിട്ടാ. സീട്ടുണ്ടായില്ലേ? അപ്പ കൊന്തത്തേക്ക് വിളിക്കണ്ടിട്ടാ. വരുന്നു പറയണ എല്ലാ ദിവസവും തന്നെ നീ എത്തിക്കുന്നു.